അസ്സാം വലൈക്കും. ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും റമദാൻ മുബാറക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റമദാൻ വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനും ഇവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് റമദാൻ വ്ളോഗാണ്. ആദ്യത്തെ റമദാനാണ് കേട്ടോ. അപ്പോൾ ഇത് രാവിലെ മുതൽ വീഡിയോ എടുക്കാൻ തുടങ്ങി. രാവിലെ കുറച്ചെടുത്തു, പിന്നെ 2 മണിക്ക് ശേഷം എടുത്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ. ഇന്നലെ ഇവിടെ കറണ്ടൊന്നുമില്ലായിരുന്നു, പോയും വന്നും നിൽക്കുമായിരുന്നു കേട്ടോ. ഇവിടെയൊക്കെ മഴയാണ്. അങ്ങനെ കനത്ത വലിയ മഴയല്ല, എന്നാലും ചാറ്റൽ മഴയാണ് കേട്ടോ. ഫുള്ളങ്ങനെ ചാറി നിൽക്കുന്ന ഒരു കാലാവസ്ഥയായിരുന്നു. നിങ്ങളുടെയൊക്കെ നാട്ടിൽ മഴയാണോ എന്നറിയത്തില്ല. 3 ജില്ലകളിൽ എന്തായാലും മഴയാണെന്നുള്ളത് വാർത്തയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ചെറിയ ചാറ്റൽ മഴയിൽ നിൽക്കുകയാണ്. 2-3 ദിവസം മുന്നേ തന്നെ ചെറിയ മന്ദാരമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ കുറച്ച് ചാറ്റലും എന്നാലും നല്ല തണുപ്പൊക്കെ ഉള്ളൊരു കാലാവസ്ഥയാണ് കേട്ടോ. അപ്പോൾ ഇത് രാവിലെ കുറച്ച് കരിപ്പാത്രങ്ങളെല്ലാം അനിയത്തി തന്നെ കൊണ്ടുപോയി ചാമ്പലിട്ട് തേച്ച് വഴക്കിയെടുക്കുന്നുണ്ട്. ഈ സമയങ്ങളിലൊന്നും കറണ്ടില്ല കേട്ടോ. കറണ്ട് രാത്രിയിൽ എപ്പോഴൊക്കെയോ പോയതാണ്. പോയിട്ടിങ്ങനെ വരും, വന്നിട്ട് അപ്പോൾ തന്നെ വീണ്ടും പോകും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ മൊബൈലിൽ ചാർജൊന്നുമില്ല. അപ്പോൾ ഉള്ളതൊക്കെ വെച്ചിട്ട് നമ്മൾ വീഡിയോ അവിടുന്ന് ഇവിടുന്നൊക്കെ തോണ്ടി എടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. കറണ്ട് വരുമ്പോഴത്തേക്ക് ഓടിപ്പോയി കുത്തിയിടും. അങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്തിട്ട് വീഡിയോ എടുത്തിട്ടുള്ളത്. ഞാൻ വിചാരിച്ചു ഇന്നലെ ശരിക്കും പറഞ്ഞാൽ ഇന്നലത്തെ ഒരു വീഡിയോ ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ നമുക്ക് കറണ്ട് ഇല്ലെങ്കിൽ, ചാർജ് ഇല്ലെങ്കിൽ പിന്നെ നടക്കുന്നില്ല. അതുകൊണ്ട് അതങ്ങ് ഒഴിവാക്കി. അതുകൊണ്ടാണ് ഇന്നലെ വീഡിയോ കാണാതിരുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഈ മാക്സിമം വീഡിയോ സ്ഥിരം ഇടണം എന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ദേ തറയൊക്കെ അത്യാവശ്യം നന്നായിട്ട് നനഞ്ഞ് തന്നെ കിടക്കുകയാണ് കേട്ടോ. ചാറ്റൽ കാരണം ചാറി നിൽക്കുകയാണ് കേട്ടോ. ഇങ്ങനെ തുടരെ തന്നെ ഇങ്ങനെ ചാറിക്കൊണ്ടേ നിൽക്കുകയാണ്. വലിയ മഴയില്ല. ഇന്ന് രാവിലെ ഇരുന്നിട്ടാണ് കേട്ടോ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ മോൾ അടുത്ത് കിടപ്പുണ്ട്. നമുക്ക് ചെറിയ ചുമയുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, തണുപ്പിൻ്റെയൊക്കെ ഇതുകൊണ്ടാണ്. അപ്പോൾ അടുത്ത് അവൾ കിടന്ന് ചുമയ്ക്കുന്നുണ്ട്. അതാണ് ഈ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങളിപ്പോൾ കേട്ടത്. അപ്പോൾ ഇത് നല്ല ചൂട് പിടിച്ച് കിടന്ന് നല്ല കരിഞ്ഞ് വെയിലായിട്ട് കിടന്ന സ്ഥലത്തൊക്കെ ഇച്ചിരി മഴയൊക്കെ പെയ്തപ്പോൾ ചെടികൾക്കൊക്കെ കുറച്ച് ആശ്വാസമുണ്ട് കേട്ടോ. നമ്മൾ തന്നെ എത്ര അങ്ങ് ദാഹിച്ചിരിക്കുമ്പോഴത്തേക്കും നമ്മൾ നല്ല തണുത്ത വെള്ളം കുടിക്കത്തില്ല, അതുപോലെ ആയിട്ടുണ്ട് ചെടികളുടെയൊക്കെ അവസ്ഥ ഇപ്പോൾ. അത് കാര്യമായി. അപ്പോൾ ഞാൻ നട്ടിട്ടുള്ള ഇഞ്ചി ഉണ്ടല്ലോ, ഇഞ്ചി ആദ്യം നട്ടു. കുറച്ച് നാമ്പെടുത്ത് ഒരു ഇലയൊക്കെ അങ്ങോട്ട് വീശാൻ തുടങ്ങിയപ്പോഴത്തേക്കും പന്നി ഉണ്ടല്ലോ, പന്നി വന്ന് കുത്തിയിട്ട് കേട്ടോ. മൊത്തം നശിപ്പിച്ചിട്ടേക്കാണ്. അപ്പോൾ വീണ്ടും ഞാനതെടുത്ത് കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു. വീണ്ടും ഒന്ന് നാമ്പെടുത്ത് വന്നപ്പോഴത്തേക്കും ഇതാ കിടക്കുന്നു. വീണ്ടും ഇത് തന്നെ പണി. രാത്രി എപ്പോഴോ ഇറങ്ങുന്നതാണ് കേട്ടോ. ഞാൻ പറഞ്ഞത് മുള്ളം പന്നിയുടെ അല്ല, സാധാ പന്നിയുടെ കാര്യം പറഞ്ഞതാണ്. പന്നി ശല്യം ഇപ്പോൾ ഉണ്ടെന്നൊക്കെ ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇപ്പോൾ വാഴയൊക്കെ കുത്തി നശിപ്പിച്ചിട്ടപ്പോൾ മനസ്സിലായി രാത്രി എപ്പോഴൊക്കെയോ ഇറങ്ങിയിട്ടുണ്ട് ആൾ കേട്ടോ. അങ്ങനെ നമ്മുടെ ഇഞ്ചിയുടെ കാര്യത്തിനൊരു തീരുമാനമാക്കി വെച്ചിട്ടുണ്ട്. എന്നാലും ഞാൻ വീണ്ടും അവിടെ തന്നെ കുഴിച്ചിട്ടിട്ടുണ്ട്. വേറെ പണിയില്ലല്ലോ. ഇനിയിപ്പോൾ ഒന്നുകൂടെ ചെയ്യുന്നെങ്കിൽ പിന്നെ വേറെ പരിപാടിയൊന്നുമില്ല. ആ ഇഞ്ചി കട്ട് ചെയ്ത് അകത്തോണ്ട് വെച്ച് കറി വെക്കും, അത്ര തന്നെ. അപ്പോൾ ദേ അകത്തോട്ട് വന്ന് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയിട്ട് ഈ സമയത്ത് കറണ്ട് വന്നതാണ് കേട്ടോ. വന്നും പോയി നിൽക്കുന്നെന്ന് പറഞ്ഞില്ല, എപ്പോഴോ വന്നതാണ്. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വീഡിയോ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലും കറണ്ട് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ അതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഒന്നും കാണാൻ പറ്റത്തില്ല നിങ്ങൾക്ക്. ഭയങ്കര ഇരുട്ടും ബോറുമായി പോവും. അപ്പോഴത്തേക്കും അത് പിന്നെ അപ്ലോഡാക്കിയിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഇങ്ങനെ തന്നെ കറണ്ട് ഇങ്ങനെ വന്നും പോയി നിൽക്കുന്ന ടൈം കൊണ്ട് എടുത്തിട്ടുള്ള അല്ലറ ചില്ലറ വീഡിയോ എല്ലാം കൂടെ ചേർത്ത് വെച്ചതാണ് കേട്ടോ. എന്തായാലും മഗ്‌രിബ് സമയമൊക്കെ ആയപ്പോഴത്തേക്കും കറണ്ട് ഉണ്ടായിരുന്നു. നമ്മുടെ നോമ്പ് തുറക്കൽ സമയമൊക്കെ ആയപ്പോഴത്തേക്കും കറണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ തിട്ടയൊക്കെ കുറച്ച് പാത്രങ്ങളേ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി നമ്മൾ ആ ഒട്ടിച്ചിരിക്കുന്ന വാൾപേപ്പർ ഉണ്ടല്ലോ, അത് നമ്മൾ മിക്കപ്പോഴും ഒന്ന് തുടച്ചു കൊടുക്കണം കേട്ടോ. ചെറിയ ഒരു ഒത്തിരി അങ്ങ് നനഞ്ഞ് പോവാത്ത തുണി വെച്ചിട്ട് വേണം നമ്മൾ തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ആ പേപ്പറിന് ഒട്ടും കട്ടിയില്ലാത്തതാണ് കേട്ടോ. എന്നാലും അവിടെയൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് കീറിയൊക്കെ ഇരിപ്പുണ്ട്. നമ്മൾ ശ്രദ്ധിക്കുന്നത് പോലെയൊക്കെ ഇരിക്കും. അപ്പോൾ എന്തായാലും അവിടെയൊക്കെ ഒന്ന് തുടച്ചെടുത്തതിന് ശേഷം ഞാൻ കറി വെക്കാനായിട്ട് പോവുകയാണ്. കുറച്ച് കറി തലേന്നത്തത് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അത് കാര്യമായി. കാരണം കുറച്ച് ചൂരമീൻ ഇരിപ്പുണ്ടായിരുന്നു. അത് ഞാൻ വറുത്തരയ്ക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. തേങ്ങയൊക്കെ തിരുമ്മി ഉള്ളിയൊക്കെ നന്നാക്കി എടുത്തപ്പോഴത്തേക്കും കറണ്ട് അങ്ങ് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നത് ഒരു 2 മണി 3 മണി കഴിഞ്ഞിട്ടെങ്ങാണ്ടാണ് വന്നത് കേട്ടോ. അപ്പോഴത്തേക്കും അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കറണ്ടൊന്നും ഇല്ലായിരുന്നു. കറണ്ട് വീണ്ടും ഇതുപോലെയൊക്കെ തന്നെ ഇഷ്ടത്തിന് പോവും, ഇഷ്ടത്തിന് വരും, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തലേന്നത്തെ കറി വെച്ചിട്ടൊക്കെയാണ് വാപ്പാക്കും ഉമ്മാക്കൊക്കെ ചോറൊക്കെ കൊടുത്തിട്ടുള്ളത്. വേറെ കറിയൊന്നും ഞാൻ പിന്നെ അല്ലാതെ ഉച്ചയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ വൈകുന്നേരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു.
അപ്പോൾ അതേ ഞാൻ വറുത്തരയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ കൊച്ചുള്ളി, 2-3 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുരുമുളക്, പച്ച ഉലുവ. ഞാൻ വറുത്തരയ്ക്കുന്നതിൽ കുറച്ച് പച്ച ഉലുവ നേരത്തെ തന്നെ തേങ്ങയിലിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. കഴിക്കുമെന്നുള്ള പേടിയൊന്നും വേണ്ട കേട്ടോ. പിന്നെ കുറച്ച് ജീരകം, വലിയ ജീരകം ഉണ്ടല്ലോ, കുറച്ച് വലിയ ജീരകം വറുത്തരയ്ക്കുന്നതിൽ ഇവിടെ ചേർക്കാറുണ്ട്. നിങ്ങൾ ചേർക്കുമെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ ചേർക്കാറുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ലൊരു മണമൊക്കെ വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ചേർത്തതാണ്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോഴത്തേക്കും കറിവേപ്പില സത്യം പറഞ്ഞാൽ അകത്തില്ലായിരുന്നു. പിന്നെ പോയി എടുത്തിട്ട് വന്നിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഒരു ബ്രൗൺ കളർ വരുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാനായിട്ട് പോവുകയാണേ. ഇതൊക്കെ പിന്നെ രാവിലെ തന്നെ അങ്ങ് വറുത്ത് വെച്ചതാണ്. പിന്നെ വൈകുന്നേരമാണ് അരച്ച് കറിയൊക്കെ ആക്കി വെച്ചത്. കാരണം കറണ്ടില്ലായിരുന്നു കേട്ടോ. കറണ്ട് ഇങ്ങനെ പോയിട്ട് അപ്പോഴും തന്നെ ഇങ്ങനെ എന്താ വന്നിട്ട് പിന്നെ അങ്ങ് പോയി നിൽക്കുമല്ലേ. വന്നും പോയി നിൽക്കുന്നതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നപ്പോഴത്തേക്കും അതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുത്ത്, അത്യാവശ്യം നല്ല കളറുള്ള മുളക് പൊടിയായിരുന്നു കേട്ടോ. അപ്പോൾ മുളക് പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്, മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റാണ് കേട്ടോ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. വറുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ആ ഒരു ചൂടിലിട്ട് കൊടുക്കാറില്ല. ലേശം ചൂടാറിയതിന് ശേഷമാണ് ഇവിടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഉമ്മ പറയുന്നത് കേൾക്കാൻ ചെറിയൊരു കയ്പ്പ് വരുമെന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് പിന്നെ വൈകുന്നേരം കറണ്ട് വന്നപ്പോഴാണ് അരച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ എന്താ ചട്ടിക്കകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് മാങ്ങ ആട്ടോ പുളിപ്പിന് വേണ്ടി ചേർത്ത് കൊടുത്തത്. വറുത്തരയ്ക്കുന്നതിൽ മാങ്ങ ചേർക്കുമോ എന്നൊന്നും സംശയം ആരും ചോദിക്കരുത്. ഇവിടെ എല്ലാത്തിൻ്റെയും കൂടെ മാങ്ങ ഉണ്ടയിൽ ഇടുന്നത് മീൻ കറിയുടെയൊക്കെ കൂടെ പുളിക്ക് പകരം മാങ്ങ ചേർക്കാറുണ്ട് കേട്ടോ. അപ്പോൾ മാങ്ങയൊക്കെ ചേർത്ത് തക്കാളിയും പച്ചമുളകും ഒക്കെ ഇട്ട് കറി അവിടെ അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് കപ്പ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇന്നലെ കൂടി എടുത്തില്ല എന്നുണ്ടെങ്കിൽ അതിൽ ചെറിയ ഇങ്ങനെ പച്ച കുത്ത് വീഴത്തില്ലേ, അപ്പോൾ അതിൽ ചില കപ്പയിൽ ചീനിയിൽ ഇങ്ങനെ വീണിട്ടുണ്ടായിരുന്നു. അപ്പം നല്ലതൊക്കെ നോക്കിയിട്ട് കപ്പയും കൂടെയൊക്കെ കൊത്തി അടുപ്പിലോട്ടാക്കി അതും കൂടെ വേവിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് അരപ്പൊന്നും ഇടുന്നില്ല കേട്ടോ, വെറുതെ ഇങ്ങനെ ഒന്ന് ഉടച്ചെടുക്കും. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉടച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മീൻ കറിയൊക്കെ അവിടെ സെറ്റായിട്ടപ്പോൾ ഞാൻ തിളച്ച് വന്നപ്പോഴത്തേക്കും മീനും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചൂരയായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് മത്തിയും കൂടെ ഉണ്ടായിരുന്നു, അതും കൂടെയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നോമ്പിന് വേണ്ടിയിട്ട് കഞ്ഞി ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ബിരിയാണി കഞ്ഞി ഉണ്ടല്ലോ, കഴിഞ്ഞ വർഷവും ഞാൻ ഇതിൻ്റെ റെസിപ്പിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. എന്നാലും കുറേ കൂട്ടുകാർ വന്നിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ ഒന്ന് കണ്ടോട്ടെ എന്ന് എഴുതിയിട്ട് ഒന്നുകൂടി പറയാം കേട്ടോ. അതിലേക്ക് നമ്മൾ ബിരിയാണിയിലിടുന്ന എല്ലാ മസാലയും നമ്മളിടും. ബിരിയാണി കഞ്ഞി എന്ന് തന്നെയാണ് കേട്ടോ അതിൻ്റെ പേര് തന്നെ, ബിരിയാണി കഞ്ഞി എന്നാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് സവോള ഇട്ടിട്ടുണ്ട്, അതുപോലെ 2-3 പട്ട ഇട്ടിട്ടുണ്ട്, ഏലക്ക ഇട്ടിട്ടുണ്ട്. പിന്നെ പച്ചമല്ലി ഇട്ട് കൊടുക്കണം, കുരുമുളക് ഒന്ന് ചതച്ചിട്ട് കൊടുക്കണം. പച്ചമല്ലി ഒന്ന് ചതച്ചിട്ട് കൊടുക്കണം കേട്ടോ, ഒന്ന് പൊട്ടിയതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ തക്കാളി എല്ലാം ഇട്ട് കൊടുക്കണം. നമ്മൾ ക്യാരറ്റൊക്കെ ഉണ്ടെങ്കിൽ ക്യാരറ്റ്, ബീൻസ് ഉണ്ടല്ലോ, ബീൻസൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. അതൊന്നും എൻ്റെ കയ്യിലില്ലായിരുന്നു. പിന്നെ അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ അതും ചേർത്തൊക്കെ കൊടുക്കാം. പിന്നെ പച്ചരി എടുത്തിട്ടുള്ളത്, പച്ചരി ആവശ്യത്തിന് കഴുകി കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലേശം മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ചേർത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും വെച്ചിട്ട് അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ജ്യൂസൊക്കെ ഉണ്ടാക്കി വെക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ നോമ്പ് തുറയല്ലേ, ഞങ്ങൾ കാര്യമായിട്ട് ഞാനൊന്നും ഉണ്ടാക്കാനൊന്നും നിന്നതൊന്നുമില്ല. കുറച്ച് പൊടിയൊക്കെ കലക്കി നമ്മളിങ്ങനെ ജാറിലിട്ട് അടിച്ച് കുറച്ച് നാരങ്ങ നീരും കൂടെയൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ഈ ജ്യൂസ് അടിച്ചെടുക്കുന്നത്. പിന്നെ കുറച്ച് പഴം ഇരിപ്പുണ്ടായിരുന്നു, അതും ഒരു ഷേക്ക് പോലെയൊക്കെ അടിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് നമ്മുടെ കഞ്ഞിയൊക്കെ റെഡിയായി വന്നപ്പോഴത്തേക്കും അതിലേക്ക് തേങ്ങ, ജീരകം, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടിയും കൂടെയൊക്കെ ഒന്ന് അരച്ചൊഴിച്ച് കൊടുത്ത് ഒന്ന് തിളപ്പിച്ച് അതിലേക്ക് കുറച്ച് താളിച്ചും കൂടെ ഒഴിക്കുമ്പോഴത്തേക്കും നമ്മുടെ ബിരിയാണി കഞ്ഞി അവിടെ റെഡിയാവും. അതായത് നോമ്പ് കഞ്ഞി അവിടെ റെഡിയാവും കേട്ടോ. അങ്ങനെ കഞ്ഞിയൊക്കെ അവിടെ റെഡിയാക്കി മാറ്റി വെച്ചിട്ട് പിന്നെ ബാങ്ക് കൊടുക്കാൻ സമയമായി വന്നപ്പോഴത്തേക്കും വാപ്പ പൊരിപ്പ് ഒഴിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പൊരിപ്പ്, ഗുണ്ട്, അതുപോലെ പരിപ്പ് വട ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഏത്തയ്ക്കാപ്പം ഞാൻ വിചാരിച്ചു കിട്ടുമെന്ന്, പക്ഷേ കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പാത്രങ്ങളിൽ ഇട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മത്തങ്ങ ഉണ്ടായിരുന്നു കേട്ടോ, അങ്ങനെ അതും കൂടെയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനിടയ്ക്ക് പാത്തു ഒന്ന് കട്ട് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, അതാണ് രണ്ടായിട്ട് ഞാൻ അങ്ങനെ മുറിച്ച് വെച്ചിട്ടുള്ളത്. അങ്ങനെ മത്തങ്ങയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചായ അവിടെ അനിയത്തി ഇടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഈ ടൈമൊക്കെ ആയപ്പോഴത്തേക്കും ബാങ്ക് കൊടുക്കാൻ സമയമായി. അപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്തിട്ട് അവിടെ വെച്ച് അങ്ങ് സ്റ്റോപ്പ് ചെയ്ത് കേട്ടോ. കാരണം കറണ്ടെങ്ങാനും പോയി കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് പിന്നെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, മൊത്തത്തിൽ ഇരുട്ടായിരിക്കും. അങ്ങനെ അൽഹംദുലില്ലാ നമ്മുടെ റമദാൻ 1 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല റാഹത്തായിട്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെയും റാഹത്തായി കഴിഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നലത്തെ റമദാൻ വ്ളോഗ് ഇത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നു.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. നാളെ ഇൻഷാ അല്ലാഹ് മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.